കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ സംഘടന കേരളത്തിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. അത് ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്തത് 17 ചിത്രങ്ങളാണെന്നും അതിലൊരൊറ്റ ചിത്രം പോലും അതിന് മുടക്കിയ തുക തിരിച്ചു പിടിച്ചിട്ടില്ലെന്നുമാണ് ഇവർ പറഞ്ഞത്. അതിന് ഏറ്റവും കൂടുതൽ തുക ചെലവിട്ട ചിത്രങ്ങളുടെ കണക്കുകളടക്കം വിശദമായിട്ടുണ്ട്. 17 ചിത്രങ്ങളാണ്. നിഷാദ്, ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയ ചിത്രങ്ങളിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി അടക്കം ഒരു 3-4 ചിത്രങ്ങൾ നല്ല അഭിപ്രായം നേടിയിരുന്നു. പക്ഷേ നിർമ്മാതാക്കൾ പറയുന്നത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നുള്ള കളക്ഷനാണ് ഇവർ കാണിക്കുന്നത്. ഇതൊന്നും ഇവരെ മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാനായിട്ടില്ല. പക്ഷേ ഇവർ പറയുന്നതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നുള്ള കളക്ഷൻ മാത്രമാണ്. ഇതിൻ്റെ അകത്ത് ഇവരുടെ OTT റൈറ്റ്സോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ GCCയിലെ അടക്കമുള്ള തിയേറ്റർ കളക്ഷനോ ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഇതിനെ വെച്ചിട്ട് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുന്നതാണോ നിർമ്മാതാക്കൾക്ക്? അല്ല, ഇൻഡസ്ട്രി മുഴുവൻ നഷ്ടത്തിലാണെന്നും ഞങ്ങളെടുക്കുന്ന പണം മുഴുവൻ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അതിന് ഞങ്ങളല്ല ഉത്തരവാദികൾ, മറ്റേതോ ബാഹ്യശക്തികൾ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളുടെ ഉത്തരവാദിത്വം ശരിയാവണ്ണവും വളരെ പെർഫെക്റ്റായിട്ട് വളരെ പ്രൊഫഷണലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ചില കേന്ദ്രങ്ങളുടെ അതിമോഹങ്ങളാണ് തകർക്കുന്നതെന്ന് അവരൊരു സ്റ്റാൻഡ് എടുക്കുകയും അത് സ്ഥാപിക്കാൻ വൃഥാ പരിശ്രമം നടത്തുകയും ചെയ്താണ് ഇത് കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം. ഒന്നാമത് സികേഷ് പറഞ്ഞ പോലെ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ കണക്ക് മാത്രം വെച്ചിട്ടാണ് ഞങ്ങൾ ചിലവാക്കിയ പണവും കിട്ടിയ പണവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് മാത്രമല്ല സിനിമയ്ക്ക് പൈസ കിട്ടുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു. അതായത് ഈ പറഞ്ഞ ടെലിവിഷൻ ഇതിൻ്റെ പണം കിട്ടാം, പിന്നെ OTTയുടെ പണം കിട്ടാം, മറ്റ് പലതരത്തിലുള്ള പ്രദർശനങ്ങളുടെ പണം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അവയെല്ലാം തന്ത്രപൂർവ്വം ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഈ സിനിമയ്ക്കെല്ലാം കുറേ സിനിമകളുടെ പേരുണ്ട്. ആ സിനിമയ്ക്കെല്ലാം ഇത്ര പണം ചിലവാക്കിയെന്ന് അവർ പറയുന്നതാണ്. നമുക്ക് ഉറപ്പില്ലല്ലോ. ഞങ്ങൾ അതിന് ഒരു 10-15 കോടി മുടക്കിയിട്ടുണ്ടാവും എന്ന മട്ടിൽ പറയുകയാണ്. അപ്പോൾ ഇതിനെവിടെ തെളിവ് ഇത്രയും പൈസ മുടക്കിയതിന്? അപ്പോൾ അതുകൊണ്ട് ഈ കണക്കിലുള്ള പ്രശ്നം, ഇതൊരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കി കുറേ സിനിമയുടെ പേരും അതിൽ കുറേ അക്കങ്ങളും അടിച്ച് വിട്ടിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ ഒരു ആധികാരികത എന്താണ്? അപ്പോൾ ഇതിനെല്ലാം ഇപ്പോൾ നമ്മൾ ഇതിൽ ചില സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, റണ്ണിങ് സിനിമകളാണ്. ആ സിനിമകൾക്കെല്ലാം ചിലവാക്കിയ കോടികൾ എന്തിന് ചിലവാക്കിയതാണ് എന്ന ക്വസ്റ്റൻ അവിടെയുണ്ട്. അതുകൊണ്ട് അതിൽ കൂടി വിശദീകരണം നൽകണം. സത്യത്തിൽ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ വരുമാനത്തിൻ്റെ സാധ്യതകളുണ്ട്, ആ വരുമാനത്തിൻ്റെ സാധ്യതകളെല്ലാം നിർത്തി വെച്ചിട്ട് അവിടെ നിന്നൊക്കെ വന്ന പണം എത്ര, അപ്പോഴാണ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള കണക്ക് കിട്ടുക. രണ്ടാമത്തേത്, ഓരോ പടത്തിനും ചിലവാക്കിയ പണം ഇത്രയാണ്, അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന റെമ്യൂണറേഷൻ എത്രയാണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണ്, അത് വിശദീകരിക്കണം. എല്ലാം വിശദീകരിക്കാൻ ഞങ്ങൾ തുറന്ന പുസ്തകമായിട്ട് വരികയാണല്ലോ. അപ്പോൾ ഇതുപോലെ ബ്ലാങ്ക് ഏരിയാസ് ഇടാൻ പാടില്ല, എല്ലാം ഫില്ല് ചെയ്തിട്ടുള്ള കണക്ക് കൊണ്ടുവന്നാലാണ് നമുക്കിത് ബോധ്യപ്പെടുക. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോഴും അവ്യക്തതയുടെ പ്രശ്നം കിടക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ഇവരെപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം താരങ്ങൾ വലിയ തോതിൽ പ്രതിഫലം കൂട്ടുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ നിർത്തിയില്ല എന്നാണ്. ഇതിലിപ്പോൾ ഇവർ ഈ പറയുന്ന നഷ്ടത്തിലോടെന്ന് പറയുന്ന സിനിമകളിൽ എത്ര താരങ്ങളുണ്ട്? വൻകിട പണം വാങ്ങിക്കുന്ന എത്ര താരങ്ങളുണ്ട്? വൻതോതിൽ പണം വാങ്ങിക്കുന്ന താരങ്ങളില്ലാതെ ഉണ്ടാക്കിയ സിനിമയാണ് ഈ സിനിമകൾ. ബഹുഭൂരിപക്ഷം സിനിമകളും നല്ല താരങ്ങളുള്ള, ഇപ്പോൾ ഓഫീസ് റൺ ഡ്യൂട്ടിയുള്ള സിനിമ കുഞ്ചാക്കോയുള്ള താരങ്ങളാണ്. ആ സിനിമ സക്സസ്ഫുള്ളി റണ്ണിങ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് താരങ്ങളില്ലാതെ ഉണ്ടാക്കിയ സിനിമകൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിജയിപ്പിക്കാൻ കഴിയില്ല? അവരുടെ വലിയ പ്രതിഫലമാണ് പ്രശ്നമെങ്കിൽ അവരുടെ പ്രതിഫലം ഇതിനകത്ത് കൊടുക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഇല്ലാത്ത സിനിമ ഉണ്ടാക്കുകയാണ്, ആളുകൾക്ക് വേണ്ടാത്ത സിനിമ ഉണ്ടാക്കുകയാണ്. പണ്ടത്തെ പോലല്ല, ഒരു താരമുണ്ടെങ്കിൽ മാത്രമേ തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് ഇനീഷ്യൽ പുള്ള് കിട്ടുന്ന സാഹചര്യമൊക്കെ പോയി. അല്ലാത്ത സിനിമകൾ പോലും വലിയ തോതിൽ അഭിപ്രായത്തിലൂടെ സോഷ്യൽ മീഡിയയുടെ വന്ന കാലം കൊണ്ടായതുകൊണ്ട് തന്നെ നല്ല സിനിമ ആളുകൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും ആളുകൾ പോയി കാണുകയും വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി കണ്ടൻറ് ഉണ്ടാക്കുന്നുണ്ടോ? അപ്പോൾ ക്വാളിറ്റി കണ്ടൻറ് ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെടുന്നു എന്നതാണ് അടിസ്ഥാന വസ്തുത. അപ്പോൾ ഞങ്ങൾ കുറേ പ്രൊഡ്യൂസേഴ്സ് പരമ്പരാഗതമായി ഇവിടെ ഉണ്ട്. ഞങ്ങൾ നിരന്തരമായി എല്ലാ വർഷവും സിനിമകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് ഞങ്ങൾക്ക് അറിയാവുന്ന പണി. ബീഡി തെറുക്കുന്നത് പോലെ നിങ്ങളത് കണ്ടോണം. അല്ലാതെ ഇത് ക്വാളിറ്റി കണ്ടൻ്റ് ആണെന്ന് ഉറപ്പാക്കാൻ ഞങ്ങളുടെ മുമ്പിൽ ഒരു കഥയുമായിട്ട് വരുന്ന സംവിധായകൻ്റെ കഥ വായിച്ച് നോക്കിയിട്ട് ഇത് ഈ കാലത്ത് പടം പിടിക്കാൻ പറ്റുന്ന പടമാണോ, ഇത് ഓടുമോ, ഇപ്പോഴത്തെ ട്രെൻഡിന് ഇത് പറ്റുമോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ അപ്ഡേറ്റ് ആവണ്ടേ? അല്ല, എൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്, എൻ്റെ പണി നിർമ്മാണമാണ്, ഞാൻ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും എന്ന നിലയല്ല അതിൽ എടുക്കേണ്ടത്. മറിച്ച് ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബാധ്യത എന്തുമാത്രം ശരിയായി നിർവഹിക്കുന്നുണ്ട്, അവിടെ പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ സിനിമ നിർമ്മിക്കണമെന്ന് ഇവിടെ ആർക്കും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരുപാട് ബിസിനസ് ഉണ്ടല്ലോ. ഇതൊരു ഒരുതരം ഒരു കളിയാണ്. ഈ കളിയിൽ നിങ്ങൾക്ക് നല്ലതുണ്ടാക്കാൻ കഴിയുക. നിങ്ങൾക്ക് മാത്രം തോന്നിയാൽ പോരാ, മറ്റവർക്കും നല്ലതാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാകുന്ന സംഗതിയെ ജഡ്ജ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുക. അതാണ്, അത് സ്കില്ലാണ്. ആ സ്കില്ലില്ലെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് നിൽക്കരുത്. പണമല്ല ഇതിൻ്റെ ഒരു ഘടകം. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളുണ്ട്. സിനിമ നിർമ്മിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നതിന് മുമ്പ് പല ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. പലതരത്തിലുള്ള ബ്ലാക്ക് മണി ആരോപണങ്ങൾ പോലും ഉണ്ട്. അത് മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ബിസിനസ്സായിട്ട് ചെയ്യുന്നെങ്കിൽ ബിസിനസ് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരമ്പരാഗതമായി ചെയ്തുകൊണ്ടേയിരുന്ന ഒരു തൊഴിൽ സ്വാഭാവികമായി സ്വീകരിച്ച് പോയിക്കൊള്ളണമെന്ന് വെച്ചാൽ ടാറ്റ നാനോ എന്ന് പറഞ്ഞ കാർ ഇറക്കി, വലിയ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. പക്ഷേ പിന്നീട് അത് ഇറക്കേണ്ടി വന്നില്ല. കാരണം എന്താണ്? അത് ആ നിലയ്ക്ക് സ്വീകരിക്കപ്പെട്ടില്ല. ആദ്യമൊക്കെ വലിയ തോതിൽ കുറേ ആൾക്കാർ വാങ്ങിച്ചു, പക്ഷേ അതിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? കാലം മുന്നോട്ട് പോകുമ്പോൾ ആളുകൾക്ക് വേണ്ടതാണ് അതല്ല. ശരിയാണോ? മൈക്രോമാക്സ് എന്നൊരു ഫോണില്ലായിരുന്നു പണ്ട്. എന്തായിരുന്നു? വമ്പൻ വിപ്ലവമായിരുന്നു. ആ ഫോണിന് ഇപ്പോൾ ആരെങ്കിലും വേണോ? കാരണം എന്താണ്? അതിന് കാലത്തിനുള്ള പോക്കിനൊപ്പം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. നോക്കിയ പോലും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ വൻകിട കമ്പനികൾ എത്ര എണ്ണം അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് വീണു പോയിട്ടുണ്ട്. സിനിമക്കാർക്കും ഇല്ലേ അത്?
നമ്മളിവിടെ ഈ ഷോ നടത്തുന്നു, ആളുകൾ ഇത് കാണുന്നില്ല, നിരന്തരമായിട്ട് ആളുകൾക്ക് ഇതിന് വേണ്ട, ആരും കാണുന്നില്ല, മൊത്തം നെഗറ്റീവ് കമൻസ് ആണ്, ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ എന്തും ഒരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്തുമാത്രം ക്വാളിറ്റേറ്റീവായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നുള്ള ക്വസ്റ്റൻ അവിടെ ഉണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ മറ്റെന്തൊക്കെയോ തരത്തിലുള്ള ബാഹ്യമായ സംഗതികൾ ഞങ്ങൾക്കെതിരെ നടക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ സിനിമ പരാജയപ്പെടുകയാണ് എന്ന് വിചാരിക്കുന്നതിൽ പ്രശ്നമുണ്ട്. താരങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് നേട്ടം ഉണ്ടെങ്കിൽ താരങ്ങളെ വെച്ച് അഭിനയിപ്പിക്കും. താരങ്ങൾക്ക് കൊടുക്കുന്ന പണം നിങ്ങൾക്ക് ഇനീഷ്യലി തന്നെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താരങ്ങൾ ആ പണം ചോദിക്കും. അമീർ ഖാൻ ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, ഞാൻ പണം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ പണം എൻ്റെ സ്റ്റാർ വാല്യൂ വെച്ച് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഉറപ്പുകൊണ്ടാണ്. നാളെ എന്നെ വെച്ച് അഭിനയിപ്പിച്ചാൽ കാര്യമില്ലാന്ന് തോന്നി നിങ്ങൾ എനിക്ക് പൈസ തരുമോ? എല്ലാ താരങ്ങൾക്കും പൈസ കൊടുക്കുന്നുണ്ടോ? ഏതെല്ലാം താരങ്ങളുടെ പൈസയുടെ ചോദിക്കാനുള്ള അവരുടെ പവർ കുറഞ്ഞു ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേരില്ലേ. കാരണം അവരുടെ പടങ്ങൾ നിരന്തരമായി പരാജയപ്പെടുകയാണ്. ദിലീപ് എന്ന് പറഞ്ഞ പഴയ സ്റ്റാർ, അദ്ദേഹത്തിന് ഇപ്പോൾ പഴയ പോലെ പൈസ വയ്ക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അയാൾക്ക് അത്രയും മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ ഇല്ല. സിനിമ അതുപോലെയാണ്. നിങ്ങൾ ഇൻ ടോട്ടൽ സിനിമയും അതുപോലെയാണ്. ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വച്ചിരിക്കുന്ന കണക്ക് വെച്ചുകൊണ്ട് ഞങ്ങളിതാ എന്തോ ഒരു സംഗതി ഞങ്ങൾ ആധികാരികമായി അവതരിപ്പിച്ചിരിക്കുന്നു, ചെക്ക് വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാൻ പാടില്ല. ഇത് കണക്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തേത് താരങ്ങളുടെ പ്രതിഫലം പോലുള്ള പ്രശ്നങ്ങളല്ല. പിന്നെ സർക്കാരിനോട് പറയാൻ ശ്രമിക്കുന്ന കാര്യം വിനോദ നികുതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വലിയ ഇളവുകൾ വേണം, ഞങ്ങൾ വലിയ ക്രൈസിസിലാണെന്നുള്ളതാണ്. അതിൽ ഈ പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ഭാഗത്തെല്ലാം ഓക്കെ ആണെങ്കിൽ സർക്കാരിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ജീവിക്കാൻ പറ്റാത്തതെന്ന് പറയായിരുന്നു. നിങ്ങൾ മോശം പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഗവൺമെൻറ് നിങ്ങളുടെ മോശം പ്രോഡക്റ്റ് വിൽക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യം ഉണ്ടാക്കി തരണോ? ഗവൺമെൻറ്റും ജീവിക്കണ്ടേ എന്ന് എനിക്ക് പറയാനുള്ളൂ. വേണം. ഈ മലയാളം ഇൻഡസ്ട്രി ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. കാരണം നമുക്കറിയാം പ്രേമലുവും മഞ്ഞുമൽ ബോയ്സൊക്കെ ഉണ്ടാക്കിയൊരു വിജയത്തിൻ്റെ ഘട്ടമുണ്ട്. ഇപ്പോൾ മലയാളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ബജറ്റിൽ എമ്പുരാൻ വരുന്നു. അതിൻ്റെ പിന്നാലെ മഹേഷ് നാരായണൻ്റെ പടം വരുന്നുണ്ട്, മോഹൻലാൽ മമ്മൂട്ടി ചിത്രമാണ്. അപ്പോൾ ഇത് കണക്കുള്ള വലിയ പ്രൊജക്റ്റുകൾ വരുന്നു. ഇൻഡസ്ട്രി തന്നെ ഇതിനെ ഉറ്റുനോക്കുന്നതാണ്. ഈ സാഹചര്യത്തിലും ജനുവരിയിലും ഫെബ്രുവരിയിലെയും കണക്കുകളുമായിട്ട് ഇവർ വന്നിട്ട് ഇപ്പോഴും സിനിമ നഷ്ടമാണ്, ഞങ്ങളുടെ നഷ്ടക്കച്ചവടമാണ്, നിങ്ങളിത് കാണുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? ഇപ്പോൾ നിഷാദ് ഈ നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ട് അവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നന്നായി വിലയിരുത്തുകയുണ്ടായി. ഞാനൊരു കാര്യം അതിനോട് ചേർക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ പറയുന്ന നഷ്ടങ്ങളുടെ കണക്ക് ഈ ജനുവരിയിലോ ഫെബ്രുവരിയിലോ മലയാള സിനിമയിൽ തുടങ്ങുന്നതല്ല. മുൻപും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് സിനിമകൾ നഷ്ടത്തിൽ തന്നെ പോകാറുണ്ട്. വളരെ ചുരുക്കം സിനിമകളാണ് നന്നായി വിജയിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിലിപ്പോൾ കൃത്യമായിട്ട് ഇന്ന സിനിമയ്ക്ക് ഇത്ര രൂപ മുടക്കി, പക്ഷേ കിട്ടിയത് ഇത്ര മാത്രം. ഇപ്പോൾ ലവ് ഡേയിൽ അല്ലേ 1.5 കോടി മുടക്കി, കിട്ടിയത് 10,000. ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളാണ് ഇവർ കൃത്യമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തിനായിരിക്കാം? നിഷാദ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ അംഗീകരിക്കുകയാണ്. അത് കൂടാതെ ഒരു കാര്യം കൂടി അങ്ങ് പറയുകയാണ്. ഇപ്പോൾ ഈ നഷ്ടമായാലും സിനിമാ മേഖലയിൽ വന്ന് പണം മുടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. കള്ളപ്പണം മാത്രമല്ല, അവർക്കതിനകത്ത് ആകർഷണം, മറ്റു പല താല്പര്യങ്ങളുമുണ്ട്. അതിലേക്ക് പോകാൻ കഴിയില്ല എന്ന് വെച്ചാൽ അത് വിശദീകരിക്കാൻ കഴിയില്ല. എല്ലാവർക്കും അറിയുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ടാകും. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ വിമുഖരാണ്. അതെന്താ? അവർ വീണ്ടും പൈസ മുടക്കി കൈകൊള്ളാതിരിക്കുക എന്നതുകൊണ്ടൊന്നുമല്ല. മുൻപും ഇത്തരം ആളുകളൊക്കെ ഒരുപാട് സിനിമകൾ നിർമ്മിക്കുകയുണ്ടായിട്ടുണ്ട്. ആ സിനിമകളൊക്കെ പൊട്ടിപ്പാളീസായിട്ടുമുണ്ട്. അപ്പോൾ അതല്ല. മാത്രമല്ല, അവർ സ്ഥിരമായി ഈ മേഖലയിൽ വന്ന് നിർമ്മാതാക്കളായി പേരെടുക്കണം അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നതല്ല. സിനിമ എന്ന് പറയുന്ന ഒരു ആകർഷണമുണ്ട്. പലതരം ആകർഷണങ്ങൾ അതിൽ ഉണ്ടാകും. അതിലേതെങ്കിലും ഒന്നിൽ താല്പര്യപ്പെട്ട് വരുന്നവരായിരിക്കും ഇവർ. അപ്പോൾ അവർക്ക് നാളെയും വന്നേനെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ മലയാള സിനിമ മറ്റൊരു ഘട്ടത്തിലേക്കെത്തി. അതൊരു വലിയ സോഷ്യൽ ഓഡിറ്റിങ്ങിലേക്ക് പോവുകയാണ്. ഒറ്റ നടൻ ഒരു അക്ഷരം പറയാൻ കഴിയാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നിഷാദ് കൃത്യമായി സൂചിപ്പിച്ചതുപോലെ നടിയെ ആക്രമിക്കപ്പെട്ടൊരു കേസാണ് ഇതിനു മുൻപ് മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയത്. അതിന് ആരോപണ വിധേയനായ നടൻ ഒരർത്ഥത്തിൽ മലയാള സിനിമയുടെ ഇൻഡസ്ട്രിയുടെ സമവാക്യമായിരുന്നു എല്ലാ അർത്ഥത്തിലും. അദ്ദേഹം പ്രതിരോധത്തിലായിപ്പോയി ആ ഒറ്റ കാര്യത്തിൽ. ആ എക്കണോമിയാണ് അങ്ങ് പൊളിഞ്ഞു പോയത്. അയാളും അയാളുടെ സംഘങ്ങളും പടച്ചുവിട്ട സിനിമകളും അതോടെ കുത്തിയൊലിക്കപ്പെട്ടു. അതിനേക്കാൾ എത്രയോ വലിയ ആഘാതമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരാളിലേക്കത് കേന്ദ്രീകരിക്കപ്പെടുന്നില്ല, പക്ഷേ ഒരു ഇൻഡസ്ട്രിയെ മുഴുവൻ അതിനകത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയുണ്ടായി. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിടിച്ചു കുലുക്കുന്ന സമയത്ത് നിഷാദും സിഗേഷും ഓർക്കുന്നുണ്ടാകും. സർക്കാർ അതിലെടുത്തൊരു സമീപനം എന്തായിരുന്നു? സർക്കാർ വലിയ വർത്തമാനമൊക്കെ പറയും, ഇപ്പോൾ പിടിച്ചു കളയുന്നൊക്കെ പറയുമ്പോഴും ഇതൊരു ഇൻഡസ്ട്രിയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു വ്യവസായമാണ്, അതിൻ്റെ നിലനിൽപ്പ് പ്രധാനമാണെങ്കിൽ അതെല്ലാ വ്യവസ്ഥകളോടെയും എല്ലാ സുതാര്യതയോടെയും നിലനിൽക്കണം എന്ന് പറയുകയാണല്ലോ സർക്കാർ വേണ്ടത്. അങ്ങനെ അല്ലാത്തൊരു സമീപനം ആ കാര്യത്തിലുണ്ടായിരുന്നു. അതാണ് ഇൻഡസ്ട്രിയാണ് നിലനിർത്തണേ എന്ന് പറഞ്ഞത്. ഇപ്പോൾ സർക്കാർ ഒന്ന് പിൻവാങ്ങി നിൽക്കുകയാണ്. നിർമ്മാതാക്കളുടെ നാവിലൂടെ അതേ കാര്യം ഇപ്പോൾ പുറത്തു വരികയാണ്. ഇത് ഇൻഡസ്ട്രിയാണ്, ഇത് അടിപടല വീണുകൊണ്ടിരിക്കുകയാണ്.
അത് ഇപ്പോൾ പുറത്തിറങ്ങി പറയാൻ കഴിയുന്ന ഏക കൂട്ടരി നിർമ്മാതാക്കളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടുകൂടി. കാരണം അങ്ങനെ ആക്ഷേപങ്ങൾ കേൾക്കാതിരിക്കുന്ന വിഭാഗം അവർ മാത്രമാണ് ഈ മേഖലയിൽ. ഇപ്പോൾ പറഞ്ഞ അമ്മയുടെ ഓഫീസിലേക്ക് ഇടയ്ക്ക് ഒരു ദിവസം എങ്ങാനും വന്ന് കയറി പെട്ടെന്നൊരു യോഗം നടത്തി പോകാനേ മറ്റുള്ള എല്ലാ വേന്ദ്രന്മാർക്കും കഴിയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ആ സാഹചര്യം. അപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഇതിലേക്ക് ഇനി വന്ന് എന്തെങ്കിലും ഒരു പരിശോധനകൾ വരികയാണെങ്കിൽ ഇത് പൂർണ്ണമായും ഇല്ലാതെയാകും എന്ന് വരുത്താൻ വേണ്ടി ഈ പറയുന്ന വിനോദ നികുതി, GST, സിനിമ കളക്ഷൻ, OTTക്ക് ആളില്ല, ഓവർസീസ് റൈറ്റിന് ആളില്ല, സാറ്റലൈറ്റ് റൈറ്റിന് ആളില്ല. ഇവർ നോക്കുമ്പോൾ ഒരിടത്തും ഒന്നിനും വരുമാനമില്ല. ഈ മട്ടിലാണ് ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മറ്റു പല താല്പര്യങ്ങളും ഇനിയും നിർബാധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കള്ളക്കണക്കാണിത്. അതിനപ്പുറത്ത് ഇപ്പോൾ സാമന്ത, ഇപ്പം നമ്മളിപ്പോൾ കേരളത്തെ പറ്റി പറഞ്ഞല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്ന്. സാമന്ത എന്ന് പറയുന്ന ആളെ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് കേരളത്തിൽ നിന്ന് വന്നതല്ലല്ലോ. കൃത്യമായി എന്താ പറയുന്നത്, പുരുഷ അഭിനേതാക്കൾക്കും സ്ത്രീ അഭിനേതാക്കൾക്കും ഒരേ പ്രതിഫലമാണ് അവർ നിശ്ചയിച്ചത്. ആശീർവാദ് കമ്മ്യൂണിക്കേഷൻ അത് ചെയ്ത് കാണിക്കട്ടെ.